തുടരെയുള്ള മഴ അവധികൾക്കും അതോടൊപ്പം തന്നെ ബന്ദിനും ശേഷം ഇപ്പോൾ വീണ്ടും ഒരു അവധി അല്ലെങ്കിൽ പണിമുടക്ക് വരാൻ പോവുകയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സ്വകാര്യ ബസ്സുകൾ മെയ് മാസം 8-ാം തീയതി പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കും ന്യൂസ് അപ്ഡേറ്റ്സിനുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പ് ഇല്ലാതാകുന്ന അശാസ്ത്രീയമായ നയങ്ങൾ പിൻവലിക്കണമെന്നും വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ നിരക്ക് പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് മെയ് 8-ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കും. 9-ന് നടക്കുന്ന പൊതുപണിമുടക്കിലും പങ്കെടുക്കുന്നതിനാൽ തുടർച്ചയായിട്ടുള്ള 2 ദിവസം സർവീസ് മുടങ്ങും. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MD രവി, ജനറൽ സെക്രട്ടറി ലോറൻസ് ബാബു, കുമ്പളത്ത് രാജേന്ദ്രൻ, B ബാലചന്ദ്രൻപിള്ള എന്നിവർ പറഞ്ഞു. ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണം. പെർമിറ്റ് പുതുക്കാതെ മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമായി പുറത്തിറക്കിയ വിജ്ഞാപനം ഹൈക്കോടതി അസ്ഥിരപ്പെടുത്തിയിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനും ഡോക്ടർ രവി രാമൻ കമ്മീഷനും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും അത് നടപ്പാക്കുന്നില്ല. ഇതിനെതിരെയാണ് സ്വകാര്യ ബസ് ഉടമകൾ ഇപ്പോൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 9-ാം തീയതി നടക്കുന്ന പണിമുടക്ക് കണക്കിലെടുത്ത് 2 ദിവസങ്ങൾ വരെ സർവീസുകൾ നിർത്തിവെക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെതിരെ മന്ത്രി ഗണേഷ് കുമാർ ഇവരുമായിട്ട് ചർച്ച ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ് സമരം ഒഴിവാക്കാൻ ബസ് ഉടമകളുമായിട്ട് ചർച്ച നടത്തുമെന്ന് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഗതാഗത കമ്മീഷൻ ചർച്ച നടത്തും. ആ ചർച്ച വിജയിച്ചില്ലെങ്കിൽ മന്ത്രിതല ചർച്ച ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക്. വിദ്യാർത്ഥികൾക്ക് കൺസ്ട്രക്ഷൻ ടിക്കറ്റ് നൽകാൻ ആപ്പ് പുറത്തിറക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. 1.5 മാസത്തിനുള്ളിൽ ആപ്പ് പുറത്തിറക്കാനാണ് തീരുമാനം. അതോടെ വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസ്ട്രക്ഷൻ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും. എത്ര വിദ്യാർത്ഥികൾക്ക് കൺസ്ട്രക്ഷൻ ലഭിക്കുന്നു എന്ന കണക്ക് ആപ്പിലൂടെ കണ്ടെത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു. 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങുമെന്ന ബസ് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് ബസ് ഉടമകൾ ഉയർത്തുന്നത്. ആവശ്യങ്ങൾ കേൾക്കാൻ പോലും മന്ത്രി തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? സ്വകാര്യ ബസ്സുകളും ഗതാഗത മന്ത്രിക്ക് കീഴിലാണെന്ന് ഓർക്കണം. സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കാനാണ് ഗതാഗത മന്ത്രി ശ്രമിക്കുന്നതെന്നും പെർമിറ്റ് പോലും പുതുക്കി നൽകാൻ തയ്യാറാകുന്നിരുന്നുമാണ് ബസ് ഉടമകൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരുപക്ഷെ സ്വകാര്യ ബസ് ഉടമകൾ നടത്താൻ പോകുന്ന ഈ ഒരു പണിമുടക്ക് നിർത്താനുള്ള സാധ്യതകളും ചർച്ചകൾ സമാധാനപരമായിട്ട് നടന്നാൽ സാധ്യതയുണ്ട്. കാത്തിരിക്കാൻ 1 മണിക്കൂറുള്ള അപ്ഡേറ്റിനായിട്ട്.